കൊല്ലം ആയൂരിൽ KSRTCയും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത്. അപകട കാരണം KSRTC ബസ് ഡ്രൈവറുടെ പിഴവാണെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ബസ് റോഡിന്റെ മറു സൈഡിലൂടെ കയറി കാറിൽ നേർക്കുനേർ ഇടിക്കുകയായിരുന്നു. ബസ് ഡ്രൈവർക്കെതിരെ നടപടിയുണ്ടാകും. കൊല്ലത്ത് നിന്നും ഷമീർ അബ്ദുൾ ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷമീർ, എന്തായാലും ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നതോടുകൂടിയിട്ട് ബസ് ഡ്രൈവർക്കെതിരെയുള്ള നടപടി കടുപ്പിക്കാൻ തന്നെയാണോ സാധ്യത? എന്താണ് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്? സ്വാതി, ഈ സംഭവത്തിൽ ആദ്യം ഒരു CCTV ദൃശ്യം ഇന്നലെ നമ്മൾ പുറത്തുവിട്ടിരുന്നു. ആ ദൃശ്യങ്ങളിൽ ഈ ബസ് ഓടി വരികയും ഈ കാറുമായി ഇടിക്കുകയും മാത്രമായിരുന്നു, അത്ര വ്യക്തമല്ലായിരുന്നു. പിന്നീട് ഇതിൻ്റെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ നമുക്ക് അയച്ചു തരുന്നു. KSRTC ബസ് എങ്ങനെ ഒരു അപകടം വരുത്തി വെക്കാമെന്ന് നോക്കി ഓടിക്കുന്നത് പോലെയാണ് നമുക്ക് കാണാം. അതായത് അത്രത്തോളം അലക്ഷ്യമായിട്ടാണ് ആ ബസ് കിളിമാനൂർ സൈഡിലേക്ക് പോയ കാറിൻ്റെ ആ വശത്തേക്ക് ഓടിച്ച് കയറ്റുന്നത്. അതായത് സീബ്ര ലൈൻ വിട്ടുകൊണ്ട് മറുദിശയിലേക്ക് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയി കൊട്ടാരക്കര ഭാഗത്തേക്ക് പോയ KSRTC ബസ് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയ കാറിലേക്ക് നേർക്കുനേർ കൂട്ടിയിടിച്ചത്. ഈ അപകടത്തിൽ കാർ ഡ്രൈവർ ഇപ്പോഴും ചികിത്സയിലാണ്. കാർ ഡ്രൈവർ ഇന്നലെ രാത്രി തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത്, അല്ലെങ്കിൽ അവിടുത്തെ പ്രാദേശിക ലേഖകരോട് പറഞ്ഞത്, ബസ്സിൻ്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ചയുണ്ടായി, ബസ് നേർക്കുനേർ കൊണ്ടുവന്ന് ഇടിക്കുകയായിരുന്നു എന്നാണ്. 3 പേർക്കാണ് കാറിലുണ്ടായിരുന്ന പരിക്കേറ്റത്. ബസ്സിലുണ്ടായിരുന്ന 7 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും ഇവരെല്ലാം ചികിത്സയിൽ തുടരുകയാണ്. എന്തായാലും ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് KSRTC ബസ്, ഈ ഒരു ബസ് എത്രത്തോളം അലക്ഷ്യമായിട്ടാണ് MC റോഡിലൂടെ സർവീസ് നടത്തിയതെന്ന് വ്യക്തമാകും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഇന്ന് കൊട്ടാരക്കര പോലീസ് ഈ ചികിത്സയിൽ കഴിയുന്ന കാർ ഡ്രൈവറുടെ മൊഴിയെടുക്കും. ഒപ്പം തന്നെ KSRTCക്കെതിരെ കൂടുതൽ നടപടിയെടുക്കും എന്നാണ് കൊട്ടാരക്കര പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും യാത്രക്കാരുടെയും മൊഴി എടുക്കും. എന്തായാലും ബോധപൂർവം വരുത്തിവെച്ച ഒരു അപകടം, അല്ലെങ്കിൽ അലക്ഷ്യമായി വണ്ടി ഓടിച്ചുണ്ടാക്കിയ ഒരു അപകടമാണ് ഇതെന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. സ്വാതി.